പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ അനന്തരഫലങ്ങൾ നമ്മുടെ തീന്മേശകളിലേക്കും പടർന്നിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടക്കം പാചകവാതക പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാകുന്ന ഘട്ടത്തിൽ സംസ്ഥാനം കേന്ദ്രത്തിന് കത്തെഴുതിയ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. നമുക്കൊപ്പം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ചേരുകയാണ്. മിനിസ്റ്റർ അടക്കം ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രിക്ക് കത്തെഴുതിയ ഒരു സാഹചര്യമുണ്ട്. വളരെ അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തെങ്കിലും മറുപടി ഇതിനോടകം വന്നിട്ടുണ്ടോ? ഇല്ല, മറുപടി വന്നിട്ടില്ല. വീണ്ടും കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ MPമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം സമസ്ത മേഖലയും ബാധിക്കുകയാണ്. നമ്മൾ പാചകവാതകവുമായി ബന്ധപ്പെടാത്ത ഒരു മേഖലയില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് ഹോട്ടലുകളാണ്. ഹോട്ടലുകൾ മാത്രമല്ല, എല്ലാ മേഖലയും, സ്കൂളുകൾ, കോളേജുകൾ, ക്യാൻറ്റീനുകൾ, ആശുപത്രികൾ, അതുപോലെ നമ്മുടെ വ്യാവസായികമായിട്ടുള്ള എല്ലാ മേഖലകളെയും, എന്തിന് ലാബുകളെ അടക്കം അവിടെ ഉൾപ്പെടെ നമുക്ക് എന്താ മാർഗം? ബദൽ മാർഗം എന്താ? ചെറിയ ഒരു മുറിക്കകത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ അവിടെ ഗ്യാസ് സിലിണ്ടർ മാറ്റിയിട്ട് വിറകടുപ്പ് വയ്ക്കാൻ കഴിയുമോ? അപ്പോൾ ഇത് കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റോഡിന്റെ ഫിനിഷിംഗ് വർക്കിൽ മാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഗ്യാസിന്റെ സഹായത്തോടു കൂടിയാണ് ആ മാർക്ക് ചെയ്യുന്നത്, അത് പ്രവർത്തിപ്പിക്കുന്നത്. അത് കഴിയാത്ത അവസ്ഥയിൽ അതിന്റെ ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കണമെന്നുള്ള ആവശ്യം വന്നു. ഇങ്ങനെ കേരളത്തിന്റെ സമസ്ത മേഖലയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിലപാടിൽ തിരുത്തൽ വരുത്തണം. ഗാർഹിക ഉപഭോക്താക്കളോടൊപ്പം സ്റ്റോക്ക് ഉള്ളത് അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കേരളത്തിന് ആവശ്യമായിട്ടുള്ള സിലിണ്ടർ നൽകാൻ വിവിധ കമ്പനികൾക്ക് നിർദ്ദേശം കൊടുക്കണം. മുൻഗണനയെ സംബന്ധിച്ച് ആലോചിക്കണം. എന്നുമാത്രമല്ല, നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രിയാണല്ലോ പെട്രോളിയം വകുപ്പിന്റെ ചുമതല. ശ്രീ സുരേഷ് ഗോപി ഈ സമയത്ത് മൗനം പാലിക്കാൻ പാടില്ല. ഇത്തരം വിഷയങ്ങളിലാണ് ഉണർന്ന് ഈ കേരളത്തോടൊപ്പം നിൽക്കാനുള്ള നിലപാടെടുക്കേണ്ടത്. അപ്പോൾ കേരളത്തിന്റെ പൊതു താൽപര്യം, ജനങ്ങളുടെ വികാരം ഉയർന്നു വരികയാണ്, പ്രതിഷേധം ഉയർന്നു വരികയാണ്. സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു പ്രതികരണം ഉണ്ടായതായി കണ്ടില്ല. അദ്ദേഹം ഇങ്ങനൊരു വിഷയം അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിലാണല്ലോ. അദ്ദേഹം ഇത്തരം വിഷയങ്ങളോടൊന്നും തന്നെ എയിംസിനോട് പ്രതികരിച്ച് കണ്ടില്ലേ? ഇതുപോലുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തെ മനസ്സിലാക്കിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ മന്ത്രിമാരെ ബോധ്യപ്പെടുത്തി കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിന് അനുസൃതമായിട്ടുള്ളൊരു സമീപനം എടുപ്പിക്കണ്ടേ? അതിനാണല്ലോ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ആ നിലയിലേക്ക് മാറാൻ ജനങ്ങളുടെ ഒരു പൊതുവികാരം ഉയർന്നു വരികയാണ്. പ്രതിഷേധം പലയിടത്തുനിന്നും ഉയർന്നു വരികയാണ്. അത് കൂടുതൽ ആളിക്കത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ പാടില്ല. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഹോട്ടലുകളൊക്കെ ചില സാഹചര്യങ്ങൾ അവർ കണക്കിലെടുത്തുകൊണ്ട് തന്നെ വിറകടുപ്പിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും പ്രാവർത്തികമാക്കാനായിട്ടൊന്നും കഴിയില്ല. കാരണം പല ഹോട്ടലുകളിൽ ഇപ്പോൾ പുതിയ ഡിഷുകളൊക്കെയാണ്. ആ ഡിഷുകളൊക്കെ ഒഴിവാക്കേണ്ടുന്ന സാഹചര്യം മുന്നറിയിപ്പൊക്കെ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഉപഭോക്താക്കൾക്ക്. പക്ഷേ ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് പരിമിതികളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പൂഴ്ത്തിവെപ്പ് അടക്കമുള്ളവയൊക്കെ സ്കോഡുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് അടിയന്തരമായിട്ട് ഉണ്ടാകേണ്ടതുണ്ടല്ലോ. നമുക്ക് ബദൽ സംവിധാനം ഒരുക്കാൻ ഹോട്ടലുകളാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും ഒരുപാട് പരിമിതികളുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ചെറിയ ലാബുകൾ, അവിടെ എങ്ങനെ വിറകടുപ്പാക്കാൻ കഴിയും? ഇപ്പോൾ വലിയ ഹോട്ടലുകളിൽ പ്രത്യേകമായിട്ടുള്ള സംവിധാനം വിറകടുപ്പ് ഉപയോഗിച്ച് ചില കാര്യങ്ങൾ വേണമെങ്കിൽ പാചകം ചെയ്യാം. എന്നാൽ മറ്റു മഹാഭൂരിപക്ഷം വരുന്ന ചെറുകിട യൂണിറ്റുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, അവിടെയെല്ലാം തന്നെ ഇത് അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടായാലേ മതിയാവൂ. രണ്ട്, പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും സ്വാഭാവികമായിട്ടും ഇത്തരം ഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ കളക്ടർ അടക്കമുള്ള ടീം നേരിട്ട് സ്ക്വാഡിന് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. അത്തരത്തിലുള്ള ഇടപെടൽ എന്താണ്, ഏതുവരെ എങ്ങനെ നീങ്ങുന്നു എന്നതിനെ സംബന്ധിച്ച് ഇന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രാഥമികമായിട്ട് വിലയിരുത്തും. ഇപ്പോൾ വാതക ശ്മശാനങ്ങളുണ്ട്, ഇപ്പോൾ നമ്മുടെ തൈക്കാട് അടക്കമുള്ളവ. ഇതിനെയും പ്രതിസന്ധി ഇപ്പോൾ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ സമസ്ത മേഖലകളെയും ബാധിക്കുമ്പോൾ ശ്മശാനങ്ങളെ അടക്കം ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ സ്വകാര്യ ഹോസ്റ്റലുകളാണ്. പല കുട്ടികളും ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കാണാനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിയുമോ? അല്ല, ഗവൺമെന്റ് നിലയ്ക്ക് മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് ഈ വിഷയത്തിൽ. ഗവൺമെന്റ് മാത്രമല്ല, MPമാരാണെങ്കിലും എല്ലാവരും ഈ വിഷയത്തിൽ ഒരുമിച്ച് നിന്ന് ഈ വിഷയം ബോധ്യപ്പെടുത്തണമെന്നാണ്. സമസ്ത മേഖല എന്ന് പറഞ്ഞ് ഞാനത് സൂചിപ്പിച്ചത് എല്ലാ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ചടങ്ങുകളടക്കം ബാധിച്ചിരിക്കുകയാണ്. ഒരിടത്തല്ല, പലയിടത്തും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ മേഖലയും പരിഹരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം എത്തിയാൽ വലിയ പ്രശ്നത്തിലേക്ക് കേരളം നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഈ കുടിയേറ്റ തൊഴിലാളികൾ, ഇപ്പോൾ 2 ദശലക്ഷത്തിലധികം തൊഴിലാളികൾ ഇവിടെ ജോലിയെടുക്കുന്നവരാണ്. അവരിൽ ഭൂരിഭാഗം പേരും ഹോട്ടലുകളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം എന്തായാലും സംസ്ഥാനത്തുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു തീരുമാനം, ഇത് നിർണായകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടുന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞു. കാരണം സമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും ഈ വൈകുന്നത്?
ഈ നേരത്തെയൊക്കെ സാമ്പത്തികമായി ഞെരുക്കിയ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. അത് തുടരുകയാണോ വീണ്ടും? അല്ലെ, അത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ണ് തുറക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്നവർക്ക് പോലും അവരുടെ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യം, അതെല്ലാം കണക്കിലെടുത്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിനനുസരിച്ച് ഗവൺമെന്റ് കൂടുതൽ കടുത്ത സമ്മർദ്ദത്തിന് വേണ്ടുന്ന നടപടിയിലേക്ക് പോകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ യുദ്ധം ഒരു വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യയുടെ തന്നെ എണ്ണക്കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് എത്രയും വേഗം രാജ്യത്തേക്ക് തിരികെ എത്തിച്ചാൽ മാത്രമേ വലിയൊരു പരിഹാരം കാണാൻ കഴിയൂ. പക്ഷെ അതൊന്നുമല്ല, കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഈ ഇളവുകളിൽ എന്തെങ്കിലും ഇളവുകൾ മാറ്റം വരുത്തിയാൽ മാത്രമേ അടിയന്തരമായിട്ട് ഈ കാര്യങ്ങളിലൊക്കെയും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ കഴിയൂ. കാരണം സമസ്ത മേഖലകളെയും ബാധിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ആ കനവ് കാത്തിരിക്കുകയാണ് സംസ്ഥാനം. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.